ധൂർത്തപുത്രൻ തിരിച്ചു വരുന്ന വരവ്, അത് എല്ലാ കാലത്തെയും ക്ലാസിക്കായിട്ട് നിലനിൽക്കാനുള്ള കാര്യം അതാണ്. അപ്പനിങ്ങനെ വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്നുണ്ട് മകൻ വരുന്നതിന് വേണ്ടിയിട്ട്. വരണ നിമിഷം അകലെ വെച്ച് കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം നൽകി, പുതിയ ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറഞ്ഞ് ചെരുപ്പൊക്കെ ധരിപ്പിച്ച് മോതിരവും കൊടുത്ത് കൊഴുപ്പിച്ചെടുത്തൊരു കാളക്കുട്ടിയെയും കൊന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. മകൻ ഇറങ്ങിപ്പോയി അന്ന് തുടങ്ങി ഒരു കാളക്കുട്ടിയെ എടുത്ത് പ്രത്യേകം ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള ഉറപ്പിന്മേലെ കൊഴുപ്പിച്ചെടുത്ത ആ കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കി. എന്താ കാണുന്നത്? നമ്മുടെ കുടുംബങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. എത്ര തെറ്റിയാലും തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത അവശേഷിപ്പിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബങ്ങൾ. ശരിക്കും അങ്ങനെ ആണെന്നൊന്ന് നോക്കിയേക്ക്. അതല്ലാത്ത ഇടങ്ങളിലാണ് ഇവർ വല്ലാതെ പാനിക്കാവുന്നത്. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, വല്ലാതെ ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തിന്മകളിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അപ്പനോട് അമ്മയോടൊക്കെ ഒന്ന് വന്ന് പറയാനോ കുടുംബത്തിൽ വന്ന് കിടന്നൊന്ന് കരയാനോ പറ്റുന്നില്ലെങ്കിൽ ഈ മക്കൾ പിന്നെ എവിടെ പോകുന്ന ആലോചിച്ചു.